ഉണ്ട് എന്ന ബോധ്യം. യൂഫ്രട്ടീസിന്റെ തീരത്ത് അതെ സഅദ് ബിൻ അബീ വക്കാസും മുസ്ലിം സൈന്യവും അണിനിരന്നു. യൂഫ്രട്ടീസ് കടക്കണം. നല്ല കുത്തൊഴുക്കുണ്ട് യൂഫ്രട്ടീസിന്. എങ്ങനെ ഇതിന് കുറുകെ അക്കരയത്തും പാലമില്ല, അങ്ങനെ പെട്ടെന്ന് കിടക്കാനുള്ള സൗകര്യമില്ല. സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ ഖുത്ബ നടത്തി, ഒരു പ്രഭാഷണം നടത്തി. അവരുടെ ഈമാനിനെ തൊട്ടുണർത്തുന്ന, എന്തെന്നില്ലാത്ത ആത്മാഭിമാന ബോധമുണ്ടാക്കുന്ന, എന്തെന്നില്ലാത്ത ഈമാനികമായ ആവേശമുണ്ടാക്കുന്ന 4 വാക്കുകളും വർത്തമാനങ്ങളും. എന്നിട്ട് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു 2 കൊച്ചു സംഘങ്ങളെ മുന്നിൽ നിർത്തി. അവര് വഴി കാണിക്കട്ടെ പിന്നീടുള്ള ഈ വമ്പൻ സൈന്യത്തിന്. നല്ല കുത്തൊഴുക്കുള്ള, നല്ല അടിയൊഴുക്കുള്ള യൂഫ്രട്ടീസ് നദിയെ, യൂഫ്രട്ടീസിനെ കീറിമുറിച്ചുകൊണ്ടാണ് മുസ്ലിം ഉമ്മ മറുകരയെത്തുന്നത്. മറുകരയെത്തിയപ്പോ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇസ്ലാം പുതുപുത്തനാണ്, ഇസ്ലാം പുതുപുത്തനാണ്. കരയും കടലും അള്ളാഹു ഇസ്ലാമിന് കീഴൊതുക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എന്തെന്നില്ലാത്ത വർത്തമാനമാണ് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു നൽകിയത്. ഒരു വലിയ പ്രതിസന്ധിയിൽ കഴിയില്ല, തളർന്നു പോകും, മുങ്ങിപ്പോവും, മുങ്ങി വീണു പോകും എന്ന് പതറിപ്പോകുന്ന ഒരു ഘട്ടത്തിൽ എന്തെന്നില്ലാത്ത ഈമാനുമായി ഉണർവ് നൽകി മുന്നിൽ നിൽക്കാൻ സഅദ് ബിൻ അബീ വക്കാസിന് പ്രേരണമായത്, അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, അദ്ദേഹത്തിന് ആവേശം നൽകിയത് പടച്ചറബിനെ കുറിച്ചുള്ള ബോധവും ബോധ്യവുമാണ്. സ്വർഗാവകാശിയാണ് അദ്ദേഹം, സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വർത്തമാനം അറിയിച്ച ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു.